അപ്പൊ നമ്മുടെ ചാപ്റ്റർ 13 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് മാം എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഏതൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു, ഇലക്ട്രിസിറ്റി അല്ലെ? അതിൽ കുറച്ച് എഫക്ട്സ് പഠിച്ചിരുന്നു. എന്തായിരുന്നു നമ്മൾ പഠിച്ച എഫക്ട്സ്? എന്തായിരുന്നു? ഹീറ്റിംഗ് എഫക്ട്സ് പഠിച്ചിരുന്നു അല്ലെ? എന്തായിരുന്നു ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു മക്കളെ ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ കറണ്ട് ക്യാരിങ് ഒരു വയർ എന്ത് പുറത്തേക്ക് വിടുന്ന പറയുന്നത്? ഹീറ്റ് പുറത്തേക്ക് വിടും അല്ലെ? ആ എഫക്റ്റിന് പറയുന്ന ഒരു പേരായിരുന്നു എന്ത്? ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കറണ്ട് ക്യാരിങ് വയർ എന്ന് പറയുന്നത്, ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കുറെ എഫക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, അതേപോലെ മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ നിങ്ങൾ ഇതിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. 6th സ്റ്റാൻഡേർഡ് മുതൽ നിങ്ങളുടെ ഈ കറണ്ടിനെ കുറിച്ച് അല്ലെ ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? നിങ്ങൾ എൻ്റെ ഓർമ്മ 6th അല്ലെ നിങ്ങൾ മെയിൻ ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കുന്നത്. വയറിനെ കുറിച്ച്, കണക്റ്റിംഗ് വയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ബൾബിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ ഓർഡിനറി ബൾബ്, CFL എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ചാപ്റ്റർ അന്ന് മുതലേ 6th മുതലേ നിങ്ങൾ കണ്ടുവരുന്നതാണ് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ പറയുന്നുണ്ട് കുറെ എഫക്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ അല്ലെ? ഹീറ്റിംഗ് എഫക്ട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെ? നമ്മൾ ഹീറ്റിംഗ് എഫക്ട്സ് കൊണ്ട് കുറേ ആപ്ലിക്കേഷൻ, നമ്മൾ കുറേ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു മക്കളെ വർക്ക്? അതൊക്കെ ഏതാണ്? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയുന്നല്ലേ അല്ലെ? ഹീറ്റിംഗ് എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന അപ്ലയൻസസ് ഏതായിരിക്കും? മെയിൻ ആയിട്ട് നമുക്ക് സ്പീഡിൽ പറയാൻ പറ്റുന്നത് എന്താണ്? അയൺ ബോക്സ് അല്ലെ? അയൺ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹീറ്റിംഗ് എഫക്റ്റിന്റെ, കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു അപ്ലയൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ കുറെ എണ്ണം ഉണ്ട് അല്ലെ? ഹീറ്റർ, അതുപോലെ എന്തൊക്കെയുണ്ട് നമ്മളുടെ ഡ്രയർ, അങ്ങനത്തെ പല സാധനങ്ങൾ അല്ലെ? അതൊക്കെ എന്താണ്? നമ്മളുടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് ചാപ്റ്റർ ആണ് ഇത് നിങ്ങളുടെ ചാപ്റ്റർ 13 മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് മാഗ്നറ്റിക് എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതിന് കുറെ ഡയറക്ഷൻസ് ഉണ്ട്. നമ്മളുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന എങ്ങനെയായിരുന്നു? ഏത് ഡയറക്ഷനിലായിരുന്നു മക്കളെ കറണ്ട് ക്യാരിങ് ചെയ്യുന്നത്? ഏത് ഡയറക്ഷൻ ആയിരുന്നു? നമുക്ക് എന്താ പറയുക, സെല്ലിന് പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഓക്കെ, മാം ഇതൊക്കെ ഒരു ചെറുതായിട്ട് പറഞ്ഞു തരാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ സെല്ലിൽ രണ്ട് ടെർമിനൽ ഉണ്ട്. ഒന്ന് നെഗറ്റീവ് ടെർമിനലും ഉണ്ട്, എന്തായിരുന്നു? പോസിറ്റീവ് ടെർമിനലും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ നമ്മളുടെ കറണ്ട് എങ്ങനെയായിരുന്നു പാസ് ചെയ്യുക? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരുന്നു നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിനും ഡയറക്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ നെയിം മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്റർ 13 ഫിസിക്സിലെ ചാപ്റ്റർ 3 ഇലക്ട്രിസിറ്റി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, എന്താണ് മാഗ്നറ്റ് അല്ലെ? നമ്മൾ പഠിക്കുന്ന മാഗ്നറ്റിക് എഫക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് മാഗ്നറ്റ് എന്ന് പഠിക്കാം. ഓക്കെ ആണോ? എന്താണ് മാഗ്നറ്റ് എന്ന് വായിച്ചേ? എ മാഗ്നറ്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് പ്രൊഡ്യൂസ് എ ഫീൽഡ് ദാറ്റ് അട്രാക്ട്സ് ഓർ റിപ്പൽസ് അതർ സച്ച് മെറ്റീരിയൽസ് ഓഫ് മാഗ്നറ്റിക് നേച്ചർ. ഓക്കെ, എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ് നമ്മളുടെ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്യും? അട്രാക്റ്റോ റിപ്പലോ ചെയ്യും. അതുപോലത്തെ വേറൊരു മെറ്റീരിയൽ എടുത്തു നിൽക്കും, അത് അട്രാക്റ്റോ റിപ്പൽ ചെയ്യും. അങ്ങനത്തെ ഒരു മെറ്റീരിയലിന് പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് പ്രൊഡ്യൂസസ് എ ഫീൽഡ്. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ചുറ്റും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ഉണ്ട്. എന്താണ്? ദാറ്റ് അട്രാക്ട് ചെയ്യാന്ന് അറിയാലോ? അട്രാക്ട് ഓർ റിപ്പൽ. റിപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൽ ചെയ്യുക അല്ലെ? അട്രാക്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ് റിപ്പൽ. ഓക്കെ, ദാറ്റ് അട്രാക്ട്സ് ഓർ റിപ്പൽ ഈച്ച് അതർ സച്ച് മെറ്റീരിയൽസ് ഓഫ് മാഗ്നറ്റിക് നേച്ചർ. ഓക്കെ, ഏത്? വേറൊരു മാഗ്നറ്റിക് നേച്ചർ ഉള്ള മെറ്റീരിയൽസുമായിട്ട്. ഓക്കെ, അല്ലാതെ നമ്മളുടെ സാധാ ഒരു മാഗ്നറ്റ് അല്ലാത്തൊരു മെറ്റീരിയൽ ഈ മാഗ്നറ്റ് നമ്മൾ അട്രാക്ട് റിപ്പൽ ചെയ്യില്ല. ഓക്കെ, ആ സച്ച് മെറ്റീരിയൽ, അതുപോലത്തെ മെറ്റീരിയൽ വെച്ച് അതിനടുത്ത് വെക്കുമ്പോൾ എന്താണ്? അത് അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ മാഗ്നറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ അതൊരു മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയൽ എന്താണ്? ദാറ്റ് പ്രൊഡ്യൂസ് ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് അട്രാക്ട് ഓർ റിപ്പൽ അല്ലെ? അട്രാക്റ്റോ റിപ്പലോ ചെയ്യും. എന്താണ്? വിത്ത് അതർ സച്ച് മെറ്റീരിയൽ ഓഫ്
എന്താണ് സെയിം മാഗ്നറ്റിക് നാച്ചർ. ഓക്കെ, ആ സെയിം മാഗ്നറ്റിക് നാച്ചർ ഉള്ള അതർ മെറ്റീരിയൽ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നറ്റിന് ചെറിയൊരു ഡെഫിനേഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താണ് മാഗ്നറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. ലോഡ്സ്റ്റോൺ ഈസ് എ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ് ആണ് കേട്ടോ. ഓക്കെ, ലോഡ്സ്റ്റോൺ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ് ആണ്. ഇറ്റ് അട്രാക്ട്സ് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ, കൊബാൾട്ട് എക്സെട്ര. ഈ ഒരു മെറ്റീരിയലിനൊക്കെ അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സിംപ്ലി നമ്മൾ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ജസ്റ്റ് ഒരു നാച്ചുറൽ മാഗ്നറ്റ് ആണ് ലോഡ്സ്റ്റോൺ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സിമ്പിൾ മാം ഒരു മാഗ്നറ്റിന്റെ ഫിഗർ കാണിച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ മാഗ്നറ്റ്. അതുപോലെ നിങ്ങളുടെ റൗണ്ട് കളറിൽ നമ്മളുടെ സ്റ്റീൽ കളറിലൊക്കെ മാഗ്നറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ പല ഷേപ്പിലും മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മാഗ്നറ്റ് ആണ്? ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ്, ഒരു ബാർ ഷേപ്പിൽ. ബാർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്ന മാഗ്നറ്റിന്റെ ഒരു ജസ്റ്റ് ഫിഗർ ആണ് മാം കാണിച്ചത്. അതിന് 2 പോൾസ് ഉണ്ട്. ഏതാണ് നിങ്ങളുടെ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. എന്താണ്? ബൈപോളർ ആണ് മാഗ്നറ്റ് എന്ന് പറയും. ഏതൊക്കെയാണ് ഈ മാഗ്നറ്റിന്റെ 2 പോള് പറയുന്നത്? എന്താണ് മക്കളെ 2 പോൾസ് ഉള്ളത്? നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നമ്മൾ നോർത്ത് പോളിന് N ഡിനോട്ട് ചെയ്യും, സൗത്ത് പോളിന് S ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സിംപ്ലി നമ്മൾ പറഞ്ഞ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞു. അത് മാഗ്നറ്റ് ഡിഫറെന്റ് ഷേപ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ ബാർ മാഗ്നറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ബാർ മാഗ്നറ്റ് ആണ് മാം ജസ്റ്റ് ഫിഗറിൽ കൊടുത്തത്. അതിന് 2 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നോക്കിയേ, നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. എന്താണ് വായിച്ചേ? എ മാഗ്നറ്റ് ഈസ് ഓൾവേസ് ബൈപോളർ വിത്ത് പോൾസ് നെയിം നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. ഓക്കെ, മാം പറഞ്ഞു 2 ബൈപോളർ ആയിരിക്കും. ഏതൊരു മാഗ്നറ്റ് എടുത്താലും എന്താണ്, അത് ബൈപോളർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മാം പറഞ്ഞു ബാർ മാഗ്നറ്റിന്റെ കേസിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഏതൊരു മാഗ്നറ്റിക് ഒബ്ജക്റ്റ് എടുത്താലും അതിന് 2 പോൾസ് ഉണ്ടാവും. ഓക്കെ ആണോ? അതെന്താണ്, ഒന്ന് നോർത്തും ഒന്ന് സൗത്തും ആയിരിക്കും. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണം. നമ്മൾ ബാർ മാഗ്നറ്റിന്റെ കേസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വയറാണ്, ഒരു കോയിലൊക്കെ നമ്മളുടെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, അതിനൊക്കെ എന്ത് പോൾ ഉണ്ടാവും എന്നാ പറയുന്നത്? നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മാഗ്നറ്റിന്റെ കേസാണ് പറഞ്ഞത്, ബാർ മാഗ്നറ്റ് മാത്രം ആലോചിക്കരുത്. ഓക്കെ ആണോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മാഗ്നറ്റ് ഈസ് ഓൾവേസ് ബൈപോളർ വിത്ത് പോൾസ് നെയിംഡ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. ഓക്കെ അല്ലേ? സെക്കൻഡ് വായിച്ചേ, ദീസ് 2 പോൾസ് ഓൾവേസ് എക്സിസ്റ്റ് ടുഗദർ ആൻഡ് ക്യാൻ നോട്ട് ബി സെപ്പറേറ്റഡ്. ഈ പോൾസ് എപ്പോഴും എക്സിസ്റ്റ് ടുഗദർ. അവരെന്തായാലും ഉണ്ടോ, നമുക്ക് ഒരു മാഗ്നറ്റ് ഒന്ന് കട്ട് ചെയ്താലും നമുക്ക് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാഗ്നറ്റ് ഒന്ന് നടുവെച്ച് കട്ട് ചെയ്താൽ നമുക്ക് ആ നോർത്ത് പോൾ ഒരു ഭാഗത്തും സൗത്ത് പോൾ ഒരു ഭാഗത്തും കിട്ടും. ഒരിക്കലും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തായിരുന്നു സെക്കൻഡ് പോയിന്റ്? These 2 poles always exist together and cannot be separated. അതെന്താണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, third point, the north pole of a magnet is the side which points to Earth's geographic north when it's freely suspended. Okay, ഈ നോർത്ത് പോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്രീലി ഒന്ന് സസ്പെൻഡ് ചെയ്താൽ, നമ്മൾ ജസ്റ്റ് നോർത്ത് പോൾ ഒരു ബാർ മാഗ്നറ്റ് ആണെന്ന് വിചാരിച്ച് ഒന്ന് നമ്മളൊരു ഫ്രീ ഹാൻഡ് ഒരു ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ നമുക്ക് അത് ബാർ മാഗ്നറ്റ് നോർത്തിലേക്ക് നോർത്ത് പോൾ ഏത് ഭാഗത്തേക്കാണ് കാണിക്കുന്നത്, അവിടെ എന്താണെന്നാ പറയുന്നത്? എർത്ത് ജോഗ്രഫിക് നോർത്ത് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ആ ഭാഗത്തേക്കായിരിക്കും എന്താണ് ഡയറക്ഷൻ കാണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്ന പോയിന്റ് പറയുന്നത്? North pole of a magnet is a side which points to Earth's geographic north when it is freely suspended. നമ്മൾ freely suspend ചെയ്താൽ ആ ഒരു ബാർ മാഗ്നറ്റ് or any മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്ക് കാണിക്കും? അതിന്റെ നോർത്ത് പോൾ എർത്ത് ജോഗ്രഫിക് നോർത്ത് ഡയറക്ഷനിലേക്ക് കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് മാഗ്നറ്റിനെ കുറിച്ചിട്ടാണ്. അതിൽ 2 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. വാട്ട് ആർ ദ 2 പോൾസ്? സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ. ഓക്കെ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് അറിയുന്ന കാര്യമാണ് ലൈക്ക് പോൾസ്. എന്തായിരുന്നു ലൈക്ക് പോൾസ്? റിപ്പൽ ഈച്ച് അതർ ബട്ട് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ അല്ലേ? ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ മാഗ്നറ്റ് എന്ന് മനസ്സിൽ വരുന്നപ്പോൾ നമുക്ക് വരേണ്ട ഒരു പോയിന്റ്, ഒരു കോട്ടാണ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, unlike poles attract each other. എന്താണ് അതിന്റെ മീനിങ്? സിമിലർ ചാർജസ് the poles attract and repel. Like poles repel while unlike poles attract each other. ഇതെന്താ പറയുന്നത്? ഇപ്പൊ നമ്മള് ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഓക്കെ, ഇവിടെ വേറൊരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചു. ഇഫ് ഇറ്റ് ഈസ് സൗത്ത് ആൻഡ് നോർത്ത്, ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യും? ഇത് നമുക്ക് ഒരിക്കലും
ടച്ച് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കളിച്ചത്, അത് ടച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ എന്ത് ഫോഴ്സ് ആയിരിക്കും നടക്കുന്നത്? റിപ്പൽഷൻ ആയിരിക്കും. റിപ്പൽ എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ ഓർ റിപ്പൽ. ഓക്കെ, റിപ്പൽ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അതെന്തുകൊണ്ടാ? ഇത് രണ്ടും സെയിം പോളാണ് അല്ലെ, സെയിം പോൾ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും സൗത്ത് പോളാണ്. സോ എന്താണ് അത്? റിപ്പൽ ഈച്ച് അതർ. അതാണ് അൺലൈക്ക് പോൾസ്. അതാണ് നമ്മൾ പറയുന്നത് അൺലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ അല്ലെ, അൺലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ എന്ന് പറയുന്നത്. ഓക്കെ, അൺലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ഇൻ അതർ കേസ്, ഇനിയിപ്പോ നമ്മൾ സെയിം ആയിട്ട് എന്ത് പറയാണ്? ഇതുപോലെ നമ്മൾ നേരെ തിരിച്ചു വെക്കാന്ന് വിചാരിച്ചേ, നോർത്തും സൗത്ത് നമ്മൾ വേറൊരു ബാർ മാഗ്നറ്റ് വെച്ചു. അതെന്താണ്? ഇത് സെയിം ആയതുകൊണ്ട് എന്താണ് ഇതെന്ത് ചെയ്യും? സോറി, സെയിം അല്ല, ഡിഫറെന്റ് പോൾ ആയതുകൊണ്ട് സൗത്ത് ആൻഡ് നോർത്ത് അതെന്തുകൊണ്ടും അട്രാക്ട് ചെയ്യുന്ന പറയുന്നത്. ഇവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവുന്ന പറയുന്നത്? അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, നമ്മൾ ഫോഴ്സിന്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ, അട്രാക്ഷൻ, റിപ്പൽഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സിലൊക്കെ പഠിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന എക്സാമ്പിളും എന്തായിരുന്നു? മാഗ്നറ്റ് ആയിരുന്നു അല്ലെ. അപ്പം ഇവിടെ എന്താണ്? ഈ രണ്ട് ഡിഫറെന്റ് പോൾസ് ആയിരിക്കുമ്പം എന്താണ് ഓക്കെ, മാമിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അൺലൈക്ക് പോൾസ് അല്ല കേട്ടോ, ലൈക്ക് പോൾസ് ആയിരുന്നു കേട്ടോ. സോറി, ലൈക്ക് പോൾസ് ആണ്, ഡൗട്ട് അടിക്കരുത്. ഇത് ലൈക്ക് പോൾസ് ആയിരുന്നു, അൺലൈക്ക് പോൾസ് അല്ല. സോറി, ഇവിടെ ആയിരുന്നു അൺലൈക്ക് പോൾസ് വന്നത് അല്ലെ. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അൺലൈക്കും ലൈക്ക് പോൾസും ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അൺലൈക്ക് നായിപ്പോൾ എഴുതിയത് ജസ്റ്റ് ലൈക്ക് എന്നായിരുന്നു കേട്ടോ. ലൈക്ക് പോൾസ് ആണ്, എസും സെയിം ആയതുകൊണ്ട് ലൈക്ക് പോൾസ് എന്നാണ് പറയാം. അതായത് നമ്മളുടെ എസും എന്നും ആണ്, സൗത്തും നോർത്ത് പോളും ആണ്, അതുകൊണ്ട് അൺലൈക്ക് പോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, എന്നാലും മൈൻഡിൽ ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ലൈക്ക് പോൾസ് എന്തായാലും എന്താണ്? അട്രാക്റ്റീവ്. ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നറ്റിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് എന്താ? നമുക്കൊരു മാഗ്നറ്റിന് ചുറ്റും ഒരു ഫീൽഡ്, ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാകും. അതിനാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ പോവാം. എന്നിട്ട് വേണം നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മളുടെ ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോവാൻ. ഓക്കെ, ഓക്കെ, ഇതാ ജസ്റ്റ് മാം ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്ന കേസും ലൈക്ക് പോൾസ് എന്താണ്? റിപ്പൽ ചെയ്യുന്ന കേസുമാണ്. ഓക്കെ, രണ്ട് ബാർ മാഗ്നറ്റ് ജസ്റ്റ് ഹാൻഡിൽ വെച്ച് ഒന്ന് ഹാങ് ചെയ്തതാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും എന്താണ്? അട്രാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു? ഇത് സെയിം പോൾസ്. ഓക്കെ, ഇതെന്താണ്? സെയിം പോൾസ് അല്ലെ, നോർത്ത് പോളും സെയിം പോൾസ് ആണ്. സോ ഇറ്റ് വിൽ റിപ്പൽ അല്ലെ. അവിടെ എന്ത് ഫോഴ്സ് ആണ് നടക്കുന്നത്? റിപ്പൽഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അവിടെ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ജസ്റ്റ് ഫിഗറിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ജസ്റ്റ് മാം പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഫിഗർ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഫിഗർ എന്താണ് ചെയ്തത്? ബാർ മാഗ്നറ്റ് ആണ് കൊടുത്തത്. ഓക്കെ, ഈ ബാർ മാഗ്നറ്റ് എന്തായിരുന്നു പറഞ്ഞത്? ഒരു റെക്ടാങ്കുലർ മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എ ബാർ മാഗ്നറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഒബ്ജക്ട്. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഒബ്ജക്റ്റ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് അയൺ, സ്റ്റീൽ ഓർ എനി അതർ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, നമ്മളുടെ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ റെക്ടാങ്കുലർ ഒബ്ജക്റ്റ് ആണ് അല്ലെ. അത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത്? സ്റ്റീലോ അയണോ അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസോ കൊണ്ടായിരിക്കും അത് മെയ്ഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഷോസ് പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബാർ മാഗ്നറ്റ് മെയ്ഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. Okay, it has two poles, a north and south pole, such that when suspended freely, the north pole aligns itself towards the geographic north pole of the earth. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് എന്നാണ്. അത് രണ്ട് പോൾസ് ഉണ്ടാവും, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അതെന്താണ്? നോർത്ത് പോൾ എവിടേക്ക് അലൈൻ ചെയ്യുന്ന പറയുന്നത്? നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അത് എർത്ത് ജോഗ്രഫിക് നോർത്തിലേക്ക് അത് എന്ത് ചെയ്യും? ഡയറക്ഷൻ കാണിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കൊടുത്തുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്താണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഇതിലേക്ക് പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റ് എന്താണ്? അതിന് ചുറ്റും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നോക്കി,
the region around a magnet where its magnetic influence can be experienced is called magnetic field. എന്താണ് പറയുന്നത്? ഒരു റീജിയൻ, ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഒരു റീജിയൻ, അവിടെ എന്താണ് നമുക്ക് ആ മാഗ്നറ്റിസം അവിടെ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മളൊരു രണ്ട് മാഗ്നറ്റ് തമ്മിൽ ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈക്ക് പോൾസ് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് റിപ്പൽ ചെയ്യും. അതെന്തുകൊണ്ടിരിക്കും? അതിന് ചുറ്റും, അതിൻ്റെ അടുത്തേക്ക് പോലും പറ്റും. അതെന്തായിരിക്കും? അവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും, അതിനും ഒരു മാഗ്നറ്റിസം ഉണ്ടാവും. അവിടെയും ഒരു മാഗ്നറ്റിസം ഉള്ളതുകൊണ്ട് അവിടെ എന്താണ് നമുക്കത് ചിലപ്പം രണ്ട് മാഗ്നറ്റ് തമ്മിൽ അല്ലേ, നമുക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യാൻ ചിലത് കഴിയില്ല അല്ലേ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം ദ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്, അവിടെ എന്താണ് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യാം, ഈസ് കോൾഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, the direction and strength of a magnetic field are represented by magnetic lines of force. Okay, അപ്പോൾ നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്താണ് ഒരു ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് നമ്മൾ വരയ്ക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താണ് മാഗ്നറ്റിന്റെ സറൗണ്ടിങ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും. അതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, അതിന്റെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ മാഗ്നറ്റിന്റെ അടുത്തേക്ക് നല്ല ടൈറ്റ്ലി നമുക്ക് ലൈൻസ് വരും, കുറച്ച് ഇതാവുമ്പോൾ എന്ത് ചെയ്യണം, ആ ലൈൻസ് വിട്ടുവിട്ട് അതെന്തുകൊണ്ടായിരിക്കും അവിടേക്ക് സ്ട്രെങ്ത് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് നോക്കി, ഈ ഇതൊരു ഫിഗർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? എസ് എന്ന് പറയുന്നത് രണ്ട് പോൾസ് ആണ് അല്ലെ, സൗത്ത് പോളും നോർത്ത് പോളും ആണ്. അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ വെച്ചു. ഇത് ഈ കാണിക്കുന്നത് എന്താണ്? എന്ത് ഫിഗറാണ് കാണിക്കുന്നത്? ഈ ലൈൻസ് ഒക്കെ, ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നതാണ് ഈ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈൻസ് വരയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, ആ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചിട്ട് ഇതൊക്കെ എന്താണ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ വരയ്ക്കുന്നത്, ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ ഏരോ മാർക്ക് ഇങ്ങനെ വരുന്നത്? എന്താണ് ഈ ഏരോ മാർക്ക് ഈ ഒരു സൈഡിലേക്ക് ഇടാൻ കാരണം എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താന്ന് വെച്ചാൽ നമ്മൾ നോർത്ത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നത് എന്താണ്? നോർത്ത് ടു സൗത്ത് ആണ് ഇതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ, നോർത്ത് ടു സൗത്ത്, നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഏരോ മാർക്ക് ഈ സൈഡിലേക്ക് പറയുന്നത്. ഓക്കെ ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, കണ്ടോ? നോർത്ത് ടു സൗത്ത്. ഓക്കെ, ഈ നോർത്ത് ടു സൗത്ത് ആണ്. ഇതെന്താണ്? ഇത് നോർത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് സൗത്തിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ മനസ്സിലായോ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാന്ന് പഠിച്ചോ? ഒരു ബാർ മാഗ്നറ്റിക് ചുറ്റുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അയൺ ഫില്ലിംഗ് ടെസ്റ്റിംഗ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു നമുക്കിപ്പോ മനസ്സിലായി, ഈ ഒരു ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആ ലൈൻസ് നമ്മൾക്കൊന്ന് ഒരു എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ അയൺ ഫില്ലിങ്സ്, ഓക്കെ, ഈ അയൺ ഫില്ലിങ്സ് നമ്മൾ മാഗ്നറ്റിൽ ഇട്ടിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. എന്താ പറയുന്നത്? അയൺ ഫില്ലിങ്സ് ടെസ്റ്റ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ്. ഓക്കെ, അയൺ ഫില്ലിങ്സ് എന്താണ്? ഒരു ബാർ മാഗ്നറ്റിലൂടെ അറൌണ്ട് ഇട്ട് ഒരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? The iron fillings around a bar magnet show it's the magnetic field lines that surrounded the bar magnet. ഓക്കെ, ശരിക്കും ആ ഒരു ഷേപ്പ് നമ്മളിപ്പം നേരത്തെ മാം കാണിച്ച അതേ ഷേപ്പ് ശരിക്കും നമുക്ക് എന്താ ഈ ബാർ മാഗ്നറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഫിഗർ ഒന്ന് നോക്കിയേ. കണ്ടോ? ഈ സൗത്ത്, ഇത് സൗത്ത് പോളാണ്, ഇത് നോർത്ത് പോളും ആണ്. കണ്ടോ? കറക്റ്റ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ ജസ്റ്റ് ഇതൊക്കെ അയൺ ഫില്ലിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ അയൺ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അയണിന്റെ പൊടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ചെറിയ ചെറിയ അയണിന്റെ പൊടി നിങ്ങൾ സ്കൂളിൽ എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു പൊടിയായിരിക്കും നമ്മൾ ബാർ മാഗ്നറ്റിന് ചുറ്റുമിട്ടാൽ കാണാം. അവർ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഈ നമ്മളുടെ ഫില്ലിങ്സ് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും. ഓക്കെ, കണ്ടോ? ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തെറിച്ച് കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് എന്നാ പറയുന്നത്. ഓക്കെ, അയൺ ഫില്ലിങ്സ് അറൌണ്ട് ദ ബാർ മാഗ്നറ്റ് ചുറ്റുമുള്ള അയൺ ഫില്ലിങ്സ്. ഓക്കെ, ഇതൊരു എക്സ്പെരിമെന്റലി നമ്മളുടെ ആ ഒരു എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഓക്കെ ആണോ?
അപ്പൊ എന്താണ് അയൺ ഫീലിംഗ്സ് ടെസ്റ്റ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് എന്താ പറയുന്നത്? അയൺ ഫീലിംഗ്സ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് ഷോ ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ദാറ്റ് സറൗണ്ട് ദ ബാർ മാഗ്നറ്റ്. The magnetic field lines can be defined as the imaginary lines. Okay, or imaginary lines ആണ്. Okay, imaginary lines that graphically represent the magnetic field that is acting around any magnetic substance. ഒരു സംഭവം നമ്മളുടെ ഇതൊരു ഇമാജിനറി ലൈൻ ആണ്. ഓക്കെ, ശരിക്കും നമ്മളൊരു ഇമാജിനറി ആണ് അതിന്റെ ഡയറക്ഷൻ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് എന്തിന്റെ ചുറ്റും? ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ പറയുന്നത്. ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത് പറയുന്നത് മക്കളെ? നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻസ് the imaginary lines that graphically represent the magnetic field that is acting around any magnetic substances. Okay. എന്താണ്? The magnetic field lines can be defined as imaginary lines that graphically represent the magnetic field that is acting around any magnetic substances. Okay, ഒരു imaginary line ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്തായിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ അയൺ ഫീലിംഗ്സ് വെച്ച് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലായി, എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് മനസ്സിലായി. ഓക്കെ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഓക്കെ, അതെന്താണ്? ഒരു കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ് അല്ലെ. നമ്മുടെ ഒരു കണ്ടിന്യൂസ് ക്ലോസ് അല്ലെ. നമ്മൾ ആ ഫിഗർ കണ്ടാൽ അതെ കണ്ടിന്യൂസ് ലാസ്റ്റ് ഇങ്ങനെ ലൈൻസ് കാണുമ്പോൾ കണ്ടിന്യൂസ് ആണ് കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോം എ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ദ ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻസ് അറ്റ് എനി പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. എന്താണ് പറയുന്നത്? ദ ടാൻജൻസ് ടു ഫീൽഡ് ലൈൻസ് അറ്റ് എനി പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, നോക്കി ഈ ഒരു ഫിഗർ നോക്കിയേ. ഈ ഒരു ഫിഗറിൽ എന്താ നമ്മൾ കാണിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് അല്ലെ. നിങ്ങൾ കാണുന്നില്ലേ? ജസ്റ്റ് ഒരു ബാർ മാഗ്നറ്റ്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. എങ്ങനെയായിരുന്നു ഡയറക്ഷൻ? എന്തായിരുന്നു ഡയറക്ഷൻ? നോർത്ത് ടു സൗത്ത് ആണ് അല്ലെ. നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് പറയുന്നത്? ഇതിന്റെ ടാൻജന്റ്. ഓക്കെ, നമ്മൾ ടാൻജന്റ് വരയ്ക്കാം. നമ്മൾ സർക്കിളിന്റെ ടാൻജന്റ് എങ്ങനെയായിരുന്നു വരയ്ക്കുക? ഒരു പോയിന്റ് നിന്ന് ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം. അറിയില്ലേ ടാൻജന്റ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ടാൻജന്റ് ഡയറക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആ ഒരു ഡയറക്ഷൻ കാണിച്ച ഫിഗർ നോക്കിയേ. ഓക്കെ, എന്താ പറയുന്നത്? ദ ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അതിന്റെ ഓരോ ടാൻജന്റ് ആണ് അതിന്റെ ഡയറക്ഷൻ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കണ്ടോ. ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെ ആയി മാറി. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നമ്മളുടെ ഡയറക്ഷൻ ഇങ്ങനെ. അതാണ് ജസ്റ്റ് പറയുന്നത്. എന്താ വെച്ചാൽ ടാൻജൻസ്, ഓരോ പോയിന്റിലും നമ്മൾ ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ അതാണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ദ ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ദ ലാർജർ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ദ സ്ട്രോങ്ങർ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എന്താ പറയുന്നത്? നമ്മളുടെ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര കൂടുതലായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, നമ്മുടെ ലൈൻസ് ഇവിടെ കുറെ എന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, എന്താ പറയുന്നത്? ദ ലാർജർ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ദ സ്ട്രോങ്ങർ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഫീൽഡ് ലൈൻസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. പിന്നെ എന്താ നമ്മളുടെ ഒരു പോയിന്റ് പറയുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. ഓക്കെ, അവരെന്തൊരിക്കലും ടച്ച് ചെയ്തിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു കറക്റ്റ് ഒരു പാത്തിലൂടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താണ്? ടാൻജന്റ് ഉണ്ടാവുന്നു അല്ലെ. ടാൻജന്റ് വരച്ചാൽ നമുക്ക് അതിന്റെ ഓരോ പോയിന്റിലും ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്നുകൂടെ റീഡ് ചെയ്താലോ. The magnetic field lines of a magnet form continuous closed loop. അല്ലെ, അതെന്താണ്? ഒരു കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ദ ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻസ് അറ്റ് എനി പോയിന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, third point, the larger the number of field lines crossing per unit area, stronger is the magnitude of the magnetic field. അല്ലെ, larger number of field lines ക്രോസ് ചെയ്യുന്നത് കുറെ കൂടുതലാണ്, നമ്പർ കൂടുതലാണെങ്കിൽ എന്താണ്? the stronger is the magnitude of the magnetic field. ഓക്കെ, എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ട്രോങ്ങർ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? സിമ്പിൾ അല്ലേ? പിന്നെന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. എന്തായാലും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇപ്പൊ പഠിച്ച ക്യാരക്ടറിസ്റ്റിക് എന്തിന്റെ ആയിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു പാർട്ടിൽ മാം എന്തായിരുന്നു എടുത്തത്? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മളുടെ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മാം നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ എന്തായിരുന്നു ചാപ്റ്റർ നെയിം എന്തായിരുന്നു? മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്ട്സിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രിക് കറണ്ട് കുറെ എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹീറ്റിംഗ് എഫക്ട്സ്, കെമിക്കൽ എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ മാഗ്നറ്റിക് എഫക്ട്സിനെ വെച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മാഗ്നറ്റിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് അല്ലെ. അതൊരു മാഗ്നറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. അതെന്താണ്? അവർക്കൊരു ഫീൽഡ് ഉണ്ട്, അത് റിപ്പൽ ഓർ അട്രാക്ട് അല്ലെ. അതേ സെയിം മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉള്ള അതിനെ റിപ്പൽ ഓർ അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ബാർ മാഗ്നറ്റ് വെച്ച് അല്ലെ, മാഗ്നറ്റിന്റെ ഫിഗർ കാണിച്ചു. അതിന് 2 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. എന്തായിരുന്നു? നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് എന്തെങ്കിലും ഒരിക്കലും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. സപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡ് കഴിഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ, അതിന്റെ ഒരു ഇമാജിനറി ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എക്സ്പെരിമെന്റിൽ അയൺ ഫിലിങ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് ചെറിയൊരു പാർട്ടാണ്. നിങ്ങളുടെ ഫസ്റ്റ് പോർഷന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്തായിരുന്നു? ഈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ. അതിന് ഡയറക്ഷനെ വെച്ചിട്ട് കുറെ റൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഓക്കെ.